ബേസിക് സയൻസിന് 36ാമത്തെ ചോദ്യം മുതൽ 70ാമത്തെ ചോദ്യം വരെ വരുന്നത് ബേസിക് സയൻസിന് അതും 35 മാർക്സ് ആണ്. പിന്നെ അതിന്റെ കൂടെയാണ് നമ്മുടെ ജനറൽ മാത്സ് വരുന്നത്, അത് 20 മാർക്കാണ്. അപ്പൊ പ്രസ്താവന ടൈപ്പുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അത് എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളതും ഇനിയുള്ള ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ ഇവിടെ 20 മാർക്ക് വരുന്ന സാറ്റ് പേപ്പറിൽ 20 മാർക്ക് വരുന്ന ആ 20 ചോദ്യങ്ങൾ ഇനി പല ഘട്ടങ്ങളിലായിട്ട് അതിന് സമാനമായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. 20 ചോദ്യങ്ങൾ. ആ 20 ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ വരും എന്നാണ് ആദ്യത്തെ പ്രശ്നം. അതില് ആദ്യത്തെ യൂണിറ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുള്ളത് സ്ക്വയർ നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ യൂണിറ്റ് പഠിക്കാനുള്ള സ്ക്വയർ നമ്പേഴ്സിൽ നിന്ന് ആ സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടി, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ വരും എന്നുള്ളതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരു പക്ഷെ നിങ്ങൾ കേട്ട ചോദ്യങ്ങളാവാം, ഒരു പക്ഷെ നിങ്ങൾ കേൾക്കാത്ത ചോദ്യങ്ങളാവാം. അങ്ങനെ സ്ക്വയർ നമ്പേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്വയർ നമ്പേഴ്സ്, ഇതിന്റെ മലയാളം വർഗസംഖ്യകൾ എന്നാണ്. 8ാം ക്ലാസ്സിൽ നിങ്ങൾ സ്ക്വയർ നമ്പേഴ്സ് തുടങ്ങുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി കൃത്യമായിട്ട് മനസ്സിലാണെങ്കിൽ നമ്മുടെ NMMSക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവേണ്ടത് സ്ക്വയർ നമ്പേഴ്സ് 1 to 30 നിങ്ങൾ ബൈഹാർട്ട് ആക്കണം. 1 square 1, 2 square 4, 9, 16, 25, 36, 49 അങ്ങനെ 900 വരെ വരുന്ന സ്ക്വയർ നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ സ്ക്വയർ നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ്, ഇത് നിങ്ങൾ 6th സ്റ്റാൻഡേർഡിലാണ് കൂടുതൽ പഠിച്ചത്. പ്രൈം നമ്പേഴ്സിനെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എപ്പോഴും NMMSയുടെ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് 2-3 യൂണിറ്റുകൾ കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരേ യൂണിറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് പകരം 1-2 യൂണിറ്റിൽ നിന്ന് കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യം ഉണ്ടാക്കാം. എങ്ങനെയാണ് സ്ക്വയർ നമ്പേഴ്സും പ്രൈം നമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യം ഉണ്ടാക്കുക എന്ന് നോക്കിക്കോളൂ. നിങ്ങൾ ഈ ചോദ്യം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം, ഹോസ്റ്റ് നിങ്ങളെ സഹായിക്കും. ഞാൻ മൈക്ക് ഓൺ ചെയ്ത് തരാം. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ചോദ്യം ഇതാണ്, എഴുതിക്കോളൂ. Which of the following number having 3 factors? ഹോസ്റ്റ് ആ ചോദ്യം ഒന്ന് വായിച്ച്. Which of the following number having 3 factors? മക്കൾ ആ ചോദ്യം നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മൾ ഇന്ന് സ്ക്വയർ നമ്പേഴ്സും പ്രൈം നമ്പറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്കും ആ ചോദ്യങ്ങൾ ഇനി നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നേരിട്ട് എനിക്ക് തന്നാൽ മതി, ഞാൻ ഗ്രൂപ്പിലേക്ക് കൊടുത്തോളാം. ഇതില് കൃത്യമായിട്ട് 3 ഘടകങ്ങളുള്ള സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഇതെങ്ങനെയാണ് പ്രൈം നമ്പറായിട്ട് സ്ക്വയർ നമ്പറായിട്ട് കണക്ട് ചെയ്യാൻ നോക്കിക്കോളൂ. നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനാണ് കൃത്യമായിട്ട് 3 ഘടകങ്ങൾ ഉള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. കൃത്യമായിട്ട് 3 ഘടകങ്ങളുള്ള സംഖ്യ ഇതിലേതാണ് എന്നാണ് നിങ്ങളുള്ള ചോദ്യം. ആ സംഖ്യകൾ നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്താൽ എഴുതിക്കോളൂ. 400, 529, 576, 441. കിട്ടിയവര് കമന്റ് ചെയ്യാം. ഇതിൽ കൃത്യമായിട്ട് 3 ഘടകങ്ങളുള്ള സംഖ്യ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതിനുശേഷം എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ഞാൻ പറയുകയും ചെയ്യാം. ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ സ്ക്വയർ നമ്പേഴ്സ് പരിചയപ്പെട്ടു. 6ാം ക്ലാസ്സിൽ നിങ്ങൾ പ്രൈം നമ്പേഴ്സും പരിചയപ്പെട്ടു. പ്രൈം നമ്പേഴ്സും സ്ക്വയർ നമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. കോഹോസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. Which of the following numbers having 3 factors? 400,
529, 576, 441. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി നമ്മൾക്ക് എഴുതി വെക്കാം. കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ശരിയായ ഉത്തരമാണ് 529. നമുക്ക് എങ്ങനെയാണ് ഈ 529 കുട്ടികൾ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് സെലക്ട് ചെയ്ത ഒരു കുട്ടീനോട് ചോദിച്ചു നോക്കാം. 529 മോനെ ശരി. 529 സെലക്ട് ചെയ്യുക. നേരത്തെ മോൻ പറഞ്ഞതിനുള്ള മറുപടി ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഏതാ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത്? 400 എന്ന സംഖ്യ 20ന്റെ സ്ക്വയർ അല്ലേ? 529 എന്ന സംഖ്യ 23യുടെ സ്ക്വയർ അല്ലേ? 441 എന്നത് 21ന്റെ സ്ക്വയർ അല്ലേ? 576 എന്ന സംഖ്യ 24ന്റെ സ്ക്വയർ ആണല്ലോ. സോ ദീസ് ആർ ഓൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, അതിൽ സംശയമില്ല. പക്ഷെ ഈ പെർഫെക്റ്റ് സ്ക്വയറിൽ 3 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ ചോദിച്ചപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടിയിരുന്നത് 529 തന്നെയാണ്. ബിക്കോസ് 529 ഈസ് ദ സ്ക്വയർ ഓഫ് എ പ്രൈം നമ്പർ. അതാണ് സ്ക്വയർ നമ്പേഴ്സും പ്രൈം നമ്പറായിട്ട് കണക്ട് ചെയ്ത ചോദ്യം വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരു പ്രൈം നമ്പറിന്റെ ശരിക്കും ശ്രദ്ധിച്ചോളൂ. 2 ഈസ് എ പ്രൈം നമ്പർ. യു നോ 2 ഈസ് ദ ലീസ്റ്റ് പ്രൈം നമ്പർ. 2ന്റെ സ്ക്വയർ 4 ആണ്. 2 × 2. ആ 4ന് 3 ഘടകങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 1, 2, 4. 3 ഈസ് ദ നെക്സ്റ്റ് പ്രൈം നമ്പർ. അപ്പൊ 3യുടെ സ്ക്വയർ 9 ആണ്. 9 എന്ന സംഖ്യക്കും 3 ഘടകങ്ങൾ മാത്രം. 1, 3, 9. അപ്പോൾ ഒരു അഭാജ്യ സംഖ്യയുടെ വർഗത്തിന് 3 ഘടകങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം 23 എന്ന സംഖ്യ അഭാജ്യ സംഖ്യയാണെന്നും അഭാജ്യ സംഖ്യയായ അതിന്റെ വർഗമായ 529ന് 3 ഘടകങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഇത് 23 എന്ന അഭാജ്യ സംഖ്യയുടെ സ്ക്വയർ ആണ്. ഇവിടെ എന്താ പ്രശ്നം വന്നത്? 23 അഭാജ്യ സംഖ്യയാണെന്നല്ല നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. മറ്റെന്താ ചെയ്തത്? 23ന്റെ സ്ക്വയർ 529 ആണെന്നും തിരിച്ചറിഞ്ഞില്ല. അത് തിരിച്ചറിഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലിയർ ആയിക്കോളും. ഇപ്പൊ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ യെസ് എന്ന് പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. സ്ക്വയർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യം എങ്ങനെയാണ് നോക്കാം. അതിനിടയ്ക്ക് പ്രൈം നമ്പറിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. പ്രൈം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ തരികയാണ്. ചെറിയ ചെറിയ ചോദ്യങ്ങൾ തന്നിട്ട് നമുക്ക് വലിയ ചോദ്യത്തിലേക്ക് പോകാം. നമ്പർ ഈസ് എന്ന് പറഞ്ഞാൽ മതി. ആ പ്രൈമും എടുത്തോളാം. ശരി, പറയാം. ഇനി പറയൂ. Square of a number is 7744. What is the square of the twice number? അപ്പൊ ഇതിന്റെ മലയാളം ഇതാണ്. മലയാളം മീഡിയക്കാർ ശ്രദ്ധിക്കുക. ഒരു സംഖ്യയുടെ വർഗം അത് 7744 പോലും. ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം എത്ര? ഇരട്ടിയുടെ വർഗം എത്രയാണെന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയവർക്ക് കമന്റ് ചെയ്യാം. ഒരു സംഖ്യയുടെ വർഗം ഇത്രയാണ്. ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം എത്രയാണ്? ആൻസർ കിട്ടിയവർക്ക് കമന്റ് ചെയ്യാം. ഫെർമിൻ ജോസ് ശരിയായ ആൻസർ വരുന്നുണ്ടെങ്കിൽ പറയാം. ശരി, നമുക്ക് മൈക്ക് ഓൺ ചെയ്യാം. ഏതെങ്കിലും ഒരു കുട്ടിയെ വിളിക്കാം. ഇതില് അയച്ചിരിക്കുന്ന കുട്ടിയെ ഏതെങ്കിലും കുട്ടിയെ മുന്നോട്ട് വരാം. യെസ്, വയനാട് ജില്ലയിൽ നിന്നുള്ള ഏതെങ്കിലും കുട്ടികൾക്ക് മുന്നോട്ട്. വയനാട് ജില്ലയിൽ ഒരു കുട്ടി മുന്നോട്ട് വരാം. ഉണ്ടോ? ശരി, നമുക്ക് വീണ്ടും തോന്നക്കലിലേക്ക് പോകാം. തോന്നക്കൽ സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഉണ്ട് മുന്നോട്ട് വരാം. ആ, പേര് പറയൂ. ആദിഷേ, എത്രയാണ് ആൻസർ? 7744 into 4. 7744 എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി? 4.
4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് തിരിച്ചറിയണം. അതായത് 3 എന്ന സംഖ്യയുടെ സ്ക്വയർ 9 ആണല്ലോ. 3 എന്ന സംഖ്യയുടെ ഇരട്ടിയായ 6 എന്ന സംഖ്യയുടെ വർഗം 36-ഉമാണ്. And what is 5 square? 5 square is 25. 25. And double of twice of 5 is 10. 5-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10 ആണ്. 10ന്റെ സ്ക്വയർ ആവട്ടെ 100-മാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ എഴുത്ത് റെഡിയാകുന്നുണ്ടോ തോന്നുന്നു കേട്ടോ. അപ്പൊ ഇതായിട്ട് ഇറങ്ങിപ്പോയി. ശരി, അപ്പൊ ഇവിടെ 5 എന്ന സംഖ്യയുടെ വർഗം 25-ആണ്. 5ന്റെ ഇരട്ടിയായ 10ന്റെ വർഗം 100-മാണ്. മക്കളെ 25-നെ എന്ത് ചെയ്തിട്ടാണ് 100 കിട്ടിയത്? 9നെ എന്ത് ചെയ്തിട്ടാണ് 36 കിട്ടിയത്? 9നെ 4 കൊണ്ട് ചെയ്തപ്പോ 4 കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 7744-നെ നിങ്ങൾ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. എല്ലാ കുട്ടികളും ഒരേ സ്ഥലത്ത് ചോദിക്കുന്നു, എത്രയായിരിക്കും ഉത്തരം? 3,970. എത്രയാണ് ആൻസർ? 30,976. പലരും 3000 എന്നൊക്കെയാ പറഞ്ഞത്. 30,976 ഇതാണോ? അതിന് 3000 എന്നൊക്കെയാ പറഞ്ഞു പോയത് കുട്ടികളോട്. സാരമില്ല. ശരി, ഈ രണ്ടാമത്തെ കാര്യവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ബോർഡ് ഒന്ന് ക്ലിയർ ആകട്ടെ. ബോർഡിൽ എവിടെയാണ് ചെറുതായി പോകുന്നത് നോക്കാം. അതാണ് ചെറിയ പ്രശ്നം. നമുക്കത് അടുത്ത ഇന്റർവൽ ബ്രേക്കിന് ശേഷം ഒന്ന് ക്രമീകരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് എഴുതി നോക്കട്ടെ ഒന്നുകൂടി. ചോദ്യം എന്താ നോക്കാം. അടുത്ത സ്ക്വയർ നമ്പറായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്താണെന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. അടുത്ത ചോദ്യം മക്കൾ എഴുതിയേക്ക്. The difference of two alternate square number is 132. അതൊന്നുകൂടി മാറ്റി എഴുതാം, നോക്കട്ടെ. The difference of two alternate square number is 132. What is the middle number? അവിടെ സ്പെല്ലിംഗ് മുഴുവൻ വന്നില്ല. എന്തായാലും ആ ചോദ്യം ഫെർമിൻ ജോസ് ഒന്ന് വായിച്ചു കൊടുക്കണേ. The difference of two alternative square numbers is 132. What is the middle number? The difference of two alternative square number is 132. What is the middle number? അതായത് മിഡിൽ നമ്പർ ഏതാണ് ഉദ്ദേശിച്ചത്? ആ മിഡിൽ സ്ക്വയർ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. അതായത് ഒന്നിടവിട്ട, ഇതിന്റെ മലയാളം ഇതാണ്. മലയാളം മീഡിയക്കാർ ശ്രദ്ധിച്ചോളൂ. ഈ NMMS ചോദ്യ പേപ്പറിൽ ഒരു സൈഡിൽ മലയാളവും തൊട്ടിപ്പുറത്തെ സൈഡില് നമ്പർ, ഒരേ നമ്പറിൽ തന്നെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ചോദ്യമാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും അവർക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചോദ്യങ്ങളും നോക്കാം. അതിലൊന്നും പ്രശ്നമില്ല. രണ്ടും ഒരേ നമ്പർ തന്നെയാണ് പോവുക. ഒന്നിടവിട്ട രണ്ട് വർഗസംഖ്യകളുടെ വ്യത്യാസം 132 ആയാൽ ആ വർഗസംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. ആ മൂന്ന് വർഗസംഖ്യകൾ ഏതൊക്കെയാന്ന് ചോദിക്കാം.
അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ. ഒന്നിടവിട്ട വർഗസംഖ്യകൾ ഞാൻ ഇവിടെ എഴുതുകയാണ്. ഇനി ഒന്ന് ഇടപെടാണ്ടെന്ന് എഴുതി നോക്കട്ടെ. 1, 4, 9. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, മൈക്ക് ഫോൺ ചെയ്യാൻ പോവുകയാണ്, മറുപടി കണ്ടെത്തിക്കോളൂ. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, 1ഉം ഈ 9ഉം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ചോദ്യത്തിൽ തരുന്നു. ആ വ്യത്യാസം 8 ആണ്. നിങ്ങളോട് ചോദിക്കുന്നു, ഈ മിഡിൽ സ്ക്വയർ നമ്പർ ആയ 4 നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക? അതിന്റെ ഹാഫ് എടുക്കാം. കുട്ടികളും ആൻസർ കണ്ടുപിടിച്ചത് ഹാഫ് എടുത്താൽ മതി എന്നാണ്. എനിക്കറിയാം 8ന്റെ പകുതിയാണ് 4 എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വരുന്നു, ഹാഫ് കണ്ടുപിടിച്ച ഉത്തരം കിട്ടും നോക്കൂ. 4, 9, 16. ശ്രദ്ധിക്കണം ശരിക്ക്. ഒന്നിടവിട്ട 2 വർഗസംഖ്യകളുടെ വ്യത്യാസം 12 ആകുന്നു. ഈ 12ൽ നിന്ന് നിങ്ങൾ നേരത്തെ 8ന്റെ പകുതി എടുത്തതുപോലെ 12ന്റെ പകുതി എടുത്താൽ മക്കളെ 9 കിട്ടുമോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഹാഫ് എടുത്താൽ പോരാ എന്ന് ഇപ്പൊ തെളിഞ്ഞല്ലോ. വീണ്ടും പറയുന്നു, ഒന്നിടവിട്ട 2 വർഗസംഖ്യകളുടെ വ്യത്യാസം 25, 36 തുടർച്ചയായിട്ട് വരുന്നു, പിന്നെ 49 വരുന്നു. ഒന്നിടവിട്ട 2 വർഗസംഖ്യകളുടെ വ്യത്യാസം 24, 24 ആയാൽ നടുക്കുള്ള ഈ 36നെ എങ്ങനെ കണ്ടെത്തും? എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിന് ആൻസർ കണ്ടെത്താൻ നിങ്ങളെ ഞാൻ സഹായിക്കാം. ഈ 24 ആണല്ലോ ഒന്നിടവിട്ട വർഗസംഖ്യയുടെ വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ 24നെ 4 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 4 ഓർമ്മിച്ച് വെച്ചോളൂ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 6 ലഭിക്കും. ഈ 6ന്റെ സ്ക്വയർ ആയിരിക്കും മിഡിൽ സ്ക്വയർ നമ്പർ. ഇവിടെ ഒന്നിടവിട്ട 2 വർഗസംഖ്യയുടെ വ്യത്യാസം 12 പറഞ്ഞാൽ 12നെ ഉടനെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 3 ലഭിക്കുന്നു. 3ന്റെ സ്ക്വയർ ആയിരിക്കും മിഡിൽ നമ്പർ. നേരത്തെ 8ന്റെ പകുതി എടുക്കല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഈ 8നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് കിട്ടുന്ന 2നെ സ്ക്വയർ ആക്കുന്നു, 4 ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന് ആൻസർ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കൂ. നിങ്ങൾക്ക് ഒന്നിടവിട്ട 2 വർഗസംഖ്യകളുടെ വ്യത്യാസം 132 തന്നിരിക്കുകയാണ്. നിങ്ങൾ 132യെ എന്ത് ചെയ്യുമെന്ന് പറയൂ. എല്ലാവരും ഒന്നിച്ച് പറയൂ. by 4. എത്രയാണ്? കോഹോസ്റ്റായ കുട്ടി പറയൂ. 33യുടെ സ്ക്വയർ എത്രയാണെന്ന്? 1089 ആണ്. ഇതാണ് നടുക്കുള്ള സംഖ്യ. നിങ്ങളോട് ചോദിച്ചത് മിഡിൽ നമ്പർ ഏതാണെന്നാണ്. നടുക്കുള്ള സംഖ്യ കിട്ടിക്കഴിഞ്ഞു. ഇനി തൊട്ട് ഇപ്പുറത്തെ സംഖ്യയും തൊട്ടപ്പുറത്തെ സംഖ്യയും ഇത് 33ന്റെ സ്ക്വയർ ആണെങ്കിൽ ഇപ്പുറത്ത് 32ന്റെ സ്ക്വയർ ആയ 1024 ആണ്. ഇനി തൊട്ടടുത്ത മൂന്നാമത്തെ ഏതായിരിക്കും? എല്ലാരും പറയൂ. എത്രയാണ് മൂന്നാമത്തത്? 1156. അപ്പൊ എല്ലാ കുട്ടികളും നല്ല മിടുക്കരായ കുട്ടികളാണ്. നിങ്ങൾ ഈ ഒരു ഇടവേളയിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന കാര്യം ഒന്ന് എഴുതി വെക്കുക. എന്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾ എഴുതിക്കോളൂ. ഇങ്ങോട്ട് കമന്റ് ചെയ്യണ്ട, നിങ്ങൾ എന്റെ സംസാരം കേട്ട് എഴുതിക്കോളൂ. ഇതിലെ കോഹോസ്റ്റ് ആയ കുട്ടി ഞാൻ പറയുന്നതിനനുസരിച്ച് ഏറ്റു പറഞ്ഞാൽ മതി. അപ്പൊ കുട്ടികൾ എല്ലാവരും എഴുതും. നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. അത് പഠിക്കുകയും വേണം. കാരണം അടുത്ത ക്ലാസ്സിൽ ഇതിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ് ആയ ചോദ്യങ്ങളാണ് കൊണ്ടാണ് ഞാൻ വരിക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കോഹോസ്റ്റ് ആയ കുട്ടി ഒന്ന് ഏറ്റു പറയുക. ആദ്യം നിങ്ങൾ ഹെഡിങ് എഴുതുക, പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ. അത് എഴുതി കഴിഞ്ഞാൽ ഒരു കുട്ടി യെസ് എന്ന് പറയണം. യെസ്. അപ്പൊ ആദ്യത്തെ 25 അഭാജ്യ സംഖ്യകൾ മോളെ ഒന്ന് ഏറ്റു പറഞ്ഞ് എല്ലാവരും ചെയ്യട്ടെ.
മനസ്സിലാകുന്നില്ല എന്നൊരു കുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പാച്ചി സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണ്. 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൊണ്ട് മനസ്സിലായില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ 6ാം ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത്. ആ പ്രൈം നമ്പേഴ്സ് മോളൊന്ന് ഏറ്റു പറയോ? കുട്ടികളൊക്കെ എഴുതട്ടെ. 2 3 5 7 11 13 17 19 23 29 31 37 41 43 47 53 59 61 67 71 73 79 83 89 97. മോളെ അത് മൊത്തം എത്ര ഉണ്ട് നോക്കൂ. ഇരുപത്തഞ്ച്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. There are 25 prime numbers. The least prime number is 2. The largest two-digit prime number is 97. And between 1 and 100, there are 25 prime numbers. Between 1 and 100, there are 73 composite numbers. A composite number has more than 2 factors. Least composite number 4 ആണ്. ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ അത് 4 ആണ്. കാരണം ഒന്ന് പ്രൈം നമ്പറും ഇല്ല, കോമ്പോസിറ്റ് നമ്പറും ഇല്ല. അതേസമയത്ത് 2 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടൊക്കെ ഉള്ള പ്രൈം നമ്പർ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ പ്രൈം നമ്പറിന്റെ കാര്യത്തിൽ ഇതാ ചോദ്യം വരുന്നു. പ്രൈം നമ്പർ ഏറ്റവും ഞാൻ പറയല്ലേ, പ്രൈം നമ്പറും സ്ക്വയർ നമ്പറും മാത്രമുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കുക, നെറ്റിൽ അവൈലബിൾ ആണ്. സാറ്റ് പേപ്പറിലെ 20 ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് കംപ്ലീറ്റ് സ്ക്വയറും പ്രൈം നമ്പറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും കളക്ട് ചെയ്യൂ. ഇന്ന് നിങ്ങളുടെ ഡ്യൂട്ടി അതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പൊ എഴുതി തന്നിരിക്കുന്ന 25 പ്രൈം നമ്പർ പഠിച്ചോളൂ. പല കുട്ടികളും കമന്റ് ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല എന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആ പ്രൈം നമ്പറും 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പർ പഠിക്കാത്തതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. രക്ഷിതാക്കൾ ആ കാര്യം കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഇപ്പൊ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യം അവർ ബൈഹാർട്ടാക്കേണ്ടതാണ്. അതേസമയത്ത് 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സും മോളെ അതും കൂടി ഒന്ന് ഏറ്റു പറയൂ. കുട്ടികളെ എഴുതട്ടെ. സ്ക്വയർ നമ്പേഴ്സ്, സ്ക്വയർ നമ്പേഴ്സ് വർഗസംഖ്യകൾ. സ്ക്വയർ നമ്പേഴ്സ്, അതിന്റെ മലയാളം ഇതാണ്, വർഗസംഖ്യകൾ. അത് 1 മുതൽ 30 വരെ കാണാതെ പഠിക്കേണ്ടതാണ്. യെസ് മോളെ തുടങ്ങാം. 1 4 9 16 25 36 49 64 81 100 121 144 169 196 225
256, 256, 289, 289, 324, 324, 361, 361, 400, 400, 441, 441, 484, 484, 529, 529, 576, 576, 625, 625, 676, 676 എഴുതിയോ? 625 എഴുതിയോ? Okay. Then 729, 729, 784, 784, 841, 841, 900. 900. ശരി, എല്ലാ മക്കളോടും ചോദിക്കുന്നു, മക്കളെ ഇത് നിങ്ങൾ എഴുതിയെടുത്തോ? Yes, sir. Yes, sir. Yes, sir. അപ്പൊ മക്കളെ, എല്ലാ മക്കളോടും ഞാൻ ചോദിക്കുന്നു, മക്കളെ നിങ്ങൾ എല്ലാവരും 2 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് പഠിക്കുമോ? Yes. ശരി ശരി ശരി. ഫർമിൻ ജോസ്, കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം സാർ. കേൾക്കാം. അപ്പൊ ഇനി ക്യൂബിക് നമ്പേഴ്സ് ഏറ്റു പറഞ്ഞോളൂ, കുട്ടികൾ എഴുതിയെടുക്കട്ടെ. ഘനസംഖ്യകൾ അത് പഠിക്കാനുള്ളതാണ്. ക്യൂബിക് നമ്പേഴ്സ് ഇത് 3 പഠിച്ചാൽ നമുക്ക് സാറ്റ് എളുപ്പമാവും, അതുകൊണ്ടാണ്. ക്യൂബിക് നമ്പേഴ്സ് ഫർമിൻ ജോസ് ഏറ്റു പറയണം. ഓക്കെ അല്ലേ? 1, ഓക്കെ ആണ് സാർ. 1, 8, 8, 27, 27, 64, 64, 125, 125, 216, 216, 343, 343, 512. 512. ഇനി ഏതിന്റെ ക്യൂബിക് ആണ് പറയേണ്ടത്? 512 ഏതിന്റെ ക്യൂബാണ്? 8ന്റെ ആണ്. 9ന്റെ 729, 729, 1000, 1000, 1331, 1331, 1728. 1728. ഈ 1728 12ന്റെ ക്യൂബാണ്. രാമാനുജ സംഖ്യയായ 1729ൽ നിന്ന് 1 അങ്ങ് മൈനസ് ചെയ്താൽ മതി. ഓർത്ത് വെക്കാനുള്ള എളുപ്പം അതാണ്. രാമാനുജ സംഖ്യ ഓർത്ത് വെക്കുന്നുണ്ടല്ലോ, അതിൽ 1 മൈനസ് ചെയ്താൽ 1728 എന്ന ഇത് കിട്ടും. ഞാൻ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഞാൻ സ്ക്വയർ നമ്പേഴ്സും പ്രൈം നമ്പേഴ്സും ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാനുള്ള എല്ലാ ചോദ്യങ്ങളും തരും ഇനിയുള്ള ക്ലാസ്സിൽ. നിങ്ങൾ ആ ചോദ്യങ്ങൾ കളക്ട് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 3 നമ്പേഴ്സും നിങ്ങൾ ബൈഹാർട്ട് ആക്കാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അത് നിങ്ങൾ 2 ദിവസം കൊണ്ട് പഠിക്കുക. ആ സമയത്ത് കൂടുതൽ ചോദ്യങ്ങളായിട്ട് ഞാൻ വരും. ഇനി നമുക്ക് അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം എഴുതിയെടുത്തോളൂ എല്ലാവരും. അത് പ്രൈം നമ്പറായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ചോദ്യമാണ്. The product of 4 prime number is 930. ചോദ്യം എന്ന് വായിച്ചേ ഫർമിൻ ജോസ്. The product of 4 prime numbers is 930. 930. And what is the largest number? Largest prime number ഏതാണ്? എങ്കിൽ ലാർജസ്റ്റ് പ്രൈം നമ്പർ ഏതായിരിക്കും? അതിൽ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യും എല്ലാവരും.
യെസ്, ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പറയാം. സാറേ ചോദ്യം ഒന്ന് പറയോ? ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കുക ഫെർമിൻ ജോസ്. സാർ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം? 31. ശരി, ഇത് കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2ഉം 5ഉം എവിടെ കൂടുന്നുവോ അവിടെ 0 വരും. എന്ന് പറഞ്ഞാൽ 2 5 10 ആണല്ലോ. അപ്പൊ എന്തായാലും 2ഉം 5ഉം പ്രൈം നമ്പർ ആയിരിക്കുന്ന ഒരു സത്യമാണ്. 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 10നെ പിന്നെ 93 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ അത് 930 ആയിരുന്ന സത്യം. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 4 പ്രൈം നമ്പറാണ്. 93 പ്രൈം നമ്പറും അല്ല, നിങ്ങൾക്ക് അറിയാം. അങ്ങനെ 2ഉം 5ഉം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഈ 93നെ 2 പ്രൈം നമ്പറിന്റെ മൾട്ടിപ്പിൾ ആക്കി മാറ്റണം. എങ്ങനെ സാധിക്കും 93നെ 2 പ്രൈം നമ്പറിന്റെ മൾട്ടിപ്പിൾ ആക്കാൻ? 31 into 3. 31 ആണ് വലുത്. അപ്പൊ നമ്മൾക്ക് 31. ചോദ്യങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചോദ്യങ്ങൾക്കുള്ള ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. ശരി, വേണമെങ്കിൽ കുറച്ച് ചോദ്യം ഇപ്പൊ എഴുതിയെടുത്തോളൂ. ഞാൻ പറയാം. ബോർഡിൽ കാണുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പ്രശ്നമാക്കണ്ട. ബോർഡിൽ കാണുന്നില്ലെങ്കിൽ ഈ പറയുന്നത് കേട്ടങ്ങോട്ട് എഴുതിയാൽ മതി. ശരി, ഒന്നാമത്തെ ചോദ്യം പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ. ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ബിലോ 50? ഫെർമിൻ ജോസഫ് ചോദ്യം നേരിട്ട് പറയണേ മോനെ. How many prime numbers below 50? ആ ചോദ്യം കാണുന്നുണ്ടോ മോനെ? കാണാം സാർ, ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം കുട്ടികൾ എഴുതിയെടുക്കട്ടെ, തരാം. The sum of 3 prime numbers is 26. What is the smallest number? ഫെർമിൻ ജോസേ, ആ രണ്ടാമത്തെ ചോദ്യവും ദാമോനെ ഒന്ന് വായിച്ചു. ആരാധ്യ, ആ രണ്ടാമത്തെ ചോദ്യം ഒന്ന് വായിക്കുമോളെ. Sum of 3 prime numbers is 26. What is the smallest number? രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്, ശ്രദ്ധിക്കുക. ഇനിയിപ്പം ഗ്രൂപ്പ് തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ തന്നല്ലോ. The product of 3 prime numbers is 310. Which is the biggest number? ആരാധ്യ, ആ ചോദ്യം കൂടി വായിക്കുമ്പോൾ. The product of 3 prime number is 310. What is the biggest number? Biggest number. കുറച്ചുകൂടിയും കയറിക്കൊണ്ടുള്ള ചോദ്യം തരികയാണ്, അതും ശ്രദ്ധിച്ചോളൂ. How many prime numbers between 100 and 120? അത് ഞാൻ ഒന്ന് മാറ്റിത്തരാം. ആ ചോദ്യം ഇവിടെ അക്കങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. മോളെ ഞാനിത് മാറ്റിയിട്ട് വായിച്ചാൽ മതി. ആ ചോദ്യത്തില് ഇവിടെ പറഞ്ഞതുപോലെയല്ല വന്നിരിക്കുന്നത്, ശ്രദ്ധിക്കുക. ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ, ശ്രദ്ധിച്ചോളെ, 100 and ഇനി വായിച്ചോ മോളെ. How many prime numbers between 100 and 120? ഓക്കെ, ഇന്ന് തൽക്കാലം ഇത്രയും ചോദ്യം മതി. ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ് യൂട്യൂബിൽ ഈ ക്ലാസ് വരും. യൂട്യൂബിൽ വരുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾക്ക് മക്കൾ ഉത്തരം എഴുതുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലാകാത്ത കുട്ടികൾക്ക് നേരിട്ട് എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇവിടെ എഴുതുകയാണ്. മനസ്സിലായില്ല എന്നുള്ള പരാതി നിങ്ങളിൽ നിന്നുണ്ടാവരുത്.
അതുകൊണ്ടാണ് നമ്പർ തരുന്നത്. നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. 8686171729. ശ്രദ്ധിക്കുക, ഇനിയുള്ള ക്ലാസ്സുകളിൽ അധികവും നമ്മൾ സാറ്റ് പേപ്പറിലുള്ള 20 ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുക. ആദ്യം നടക്കുന്ന പരീക്ഷ മാറ്റാണ്, മെന്റൽ എബിലിറ്റി ആണ്. അത് 90 മാർക്കിൽ ഏകദേശം 85ന്റെ മേലെയൊക്കെ നിങ്ങൾ പിടിക്കുന്നത് എനിക്കറിയാം. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സാറ്റ് പേപ്പറാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. അതില് ചോദ്യങ്ങൾക്ക് അത്ര എളുപ്പമാണെന്നില്ല. എളുപ്പമാണെങ്കിൽ ഇതൊക്കെ പഠിച്ചേ മതിയാവും. ഓൺലൈൻ ക്ലാസ്സിൽ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് സാറ്റ് പേപ്പറിലായിരിക്കും. ഇനി വരും ദിവസങ്ങളിലൊക്കെ സയൻസും സോഷ്യലിന്റെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പം ഈ വെക്കേഷൻ സമയത്ത് നിങ്ങൾ പഠിക്കാനും കൂടി ഉപയോഗപ്പെടുത്തുക. കാരണം നവംബർ ഡിസംബർ മാസത്തിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് മക്കൾക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.